Wheels. Hi friends, മിക്ക വെഹിക്കിൾ മാനുഫാക്ചറേഴ്സും പലതരം വാഹനങ്ങൾ നിർമ്മിക്കാറുണ്ടെങ്കിലും ചില സെഗ്മെന്റുകളിൽ ചില കമ്പനികൾ അഗ്രഗണ്യരാണ്. ഇപ്പോൾ നമ്മൾ മഹീന്ദ്രയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ SUVയുടെ നിർമ്മാണത്തിൽ സ്പെഷ്യലിസ്റ്റുകളാണ്. ജനങ്ങൾ മഹീന്ദ്രയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഹാച്ച് ബാക്കോ സെഡാനോ ഒന്നുമല്ല, പകരം റഫ് ആൻഡ് ടഫ് ലുക്കുള്ള SUVകളാണ്. ഇതുകൊണ്ട് തന്നെ മഹീന്ദ്രയുടെ SUVകൾ ചൂടപ്പം പോലെയാണ് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ മഹീന്ദ്രയുടെ സെയിൽസ് ഹിസ്റ്ററി പഠിച്ചാൽ മതി. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നതും മഹീന്ദ്രയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ വെഹിക്കിളായ ന്യൂ ജനറേഷൻ സ്കോർപിയോ ആണ്. വെൽക്കം ടു ഹോട്ട് വീൽസ്. സ്കോർപിയോ എന്നത് ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്നു. സ്കോർപിയോ ഇറങ്ങിയ സമയത്തുള്ള സിനിമകളിൽ നായകനും വില്ലനും ഒരുപോലെ യൂസ് ചെയ്തിരുന്നത് സ്കോർപിയോ ആണ്. ഇതെല്ലാം കണ്ടിട്ട് വണ്ടിയോട് ക്രൈസുള്ള എല്ലാവരും സ്കോർപിയോ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു. ആകെ ഉണ്ടായിരുന്ന ഒരു പരാതി സ്കോർപിയോയ്ക്ക് യാത്രാസുഖം പോരാ എന്നതായിരുന്നു. പക്ഷേ അന്നുമെന്നും മാറാത്തൊരു അഭിപ്രായമുണ്ട് സ്കോർപിയോയെക്കുറിച്ച്: സൂപ്പർ ടഫ് ലുക്ക്. ഇതിനിടയിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് SUVകളുടെ ഒരു ചാകര തന്നെ ഉണ്ടായി. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ധാരാളം കമ്പനികൾ SUVകളുമായി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നു. സോഷ്യൽ സ്റ്റാറ്റസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന നമ്മൾ മലയാളികൾ ഒരു SUV വാങ്ങി വീട്ടിലിടണം എന്ന ചിന്തയിൽ ഓടി നടന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് SUVകളുമായി വന്ന എല്ലാ കമ്പനികളും ധാരാളം കാശുണ്ടാക്കി. ഈ സമയത്താണ് മഹീന്ദ്ര ന്യൂ ജനറേഷൻ സ്കോർപിയോയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മിക്സ്ഡ് ആയ പ്രതികരണങ്ങളാണ് ന്യൂ ജനറേഷൻ സ്കോർപിയോയെ കുറിച്ച് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർക്ക് ന്യൂ ചേഞ്ചസ് വളരെ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും മറ്റു ചിലർക്ക് റഫ് ലുക്ക് പോരാ എന്നൊരു അഭിപ്രായം തോന്നുന്നുണ്ട്. ഇതൊക്കെ എന്ത് തന്നെയായാലും ന്യൂ ജനറേഷൻ സ്കോർപിയോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നേരിട്ട് പരിചയപ്പെടാം. ഫോളോ മീ. പഴയ സ്കോർപിയോയും പുതിയ സ്കോർപിയോയും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം ചേഞ്ചസ് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വൈൽഡ് ലുക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പഴയതിനേക്കാൾ ഗാംഭീര്യം കുറഞ്ഞു പോയോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. ഡ്യുവൽ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് ഇതിനുള്ളത്. ഇതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റാറ്റിക് ബെൻഡിങ് ടെക്നോളജി വലിയ വളവുകളിൽ വിസിബിലിറ്റി നന്നായിട്ട് ലഭിക്കുന്ന തരത്തിലുള്ളതാണ്. പിന്നെ ഇതിൻ്റെ LED ഐബ്രോസ്. ഇത് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് അല്ല, പാർക്കിംഗ് ലൈറ്റ്സ് ആണ്. ഒരു ന്യൂ ഫ്രണ്ട് ഗ്രില്ലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഗ്രില്ലിൽ തന്നെ ക്രോം ബോക്സ് കാണാം. വൈൽഡ് അനിമൽസിൻ്റെ ടീത്തിൻ്റെ ഒരു ഡിസൈനാണ് ഇതിനുള്ളത്. മഹീന്ദ്ര XUV 500ൽ ഇതുപോലുള്ള ഡിസൈൻസ് യൂസ് ചെയ്തിരുന്നു. വെൽ ഡിസൈൻഡ് ഫോഗ് ലാംപ്സ്, സ്റ്റൈലിഷ് ഫ്രണ്ട് ബമ്പർ എന്നിവയും ഇതിനുണ്ട്. സോ ഒരു ബോൾഡ് ലുക്ക് ആകെ കൂടി ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അതിന് താഴെ സിൽവർ കളറിലുള്ള ഒരു സ്കഫ് പ്ലേറ്റ്സും കൊടുത്തിട്ടുണ്ട്. വളരെ സ്റ്റൈലിഷും ഹൈറ്റുള്ളതുമായൊരു ബോണറ്റാണ് ഇതിനുള്ളത്. ബോണറ്റ് സ്കൂപ്പും ന്യൂ ജനറേഷൻ സ്കോർപിയോയ്ക്ക് നൽകിയിട്ടുണ്ട്. ബോണറ്റ് ക്രീസും വളരെ നന്നായിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പ് ഫ്രണ്ട് ഗ്ലാസ് നല്ല വൈഡ് വിസിബിലിറ്റി തരുന്നുണ്ട്. റൂഫ് മൗണ്ടഡ് ആൻറ്റിനയും ഇതിന് കാണാം. ഓവറോൾ ഒരു ഹെവി ഫീല് കിട്ടുന്നുണ്ടെങ്കിലും പഴയ സ്കോർപിയോ അപേക്ഷിച്ച് ഒരു സ്മൂത്ത് ലുക്കാണ് ന്യൂ ജനറേഷൻ സ്കോർപിയോയ്ക്കുള്ളത്. ന്യൂ ജനറേഷൻ സ്കോർപിയോയുടെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റും മാത്രമല്ല സൈഡ് ലൈൻസ് ആൻഡ് കട്ടിങ് ഒരു ഹെവി ഫീലാണ് വണ്ടിക്ക് നൽകുന്നത്. സോ അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പിലുള്ള ഈ ഗ്ലാസ് ഉള്ളിൽ നിന്ന് നല്ല വിസിബിലിറ്റി പുറത്തേക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഒരു ബോൾഡ് ലുക്കും വണ്ടിക്ക് ഈ സ്ക്വയർ ഷേപ്പ് ഗ്ലാസ് നൽകുന്നുണ്ട്. ഇതിൻ്റെ ബോഡി കളേർഡ് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹാൻഡിൽസ് ആണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ബോഡി കളേർഡ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് സ്ട്രിപ്പുള്ള RVM ആണ് ഇതിനുള്ളത്.
ബേസ് വേരിയൻറ്റിലാണെങ്കിൽ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓവർവ്യാമാണ്. ടോപ്പ് വേരിയൻസിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഓവർവ്യാം. അതുപോലെ തന്നെ ഫെൻഡർ ബെസൽ, സിൽവർ ലൈൻസ് ഉള്ള ബ്ലാക്ക് ഫെൻഡർ ബെസൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ളതിൽ എൻജിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നല്ലൊരു സ്പോർട്ടി ലുക്കാണ് ഈ വണ്ടിക്ക് നൽകുന്നത്. അതുപോലെ സെക്കൻഡ് ഡോറിൻ്റെ താഴെയുള്ള സ്കോർപിയോ എന്ന ബാഡ്ജിങ്, ഇതും ഫെൻഡർ ബെസലും ചേരുമ്പോൾ നല്ലൊരു സ്പോർട്ടി ലുക്ക് വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ സൈഡ് പ്രൊഫൈൽ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് വീൽ ആർച്ചുകളാണ്. സാധാരണ പാറ്റേണിൽ കാണാത്ത പോലെ 2 വീൽ ആർച്ചുകളെയും കണക്ട് ചെയ്യുന്ന ഒരു ലൈനും ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വണ്ടിയുടെ ഓവറോൾ ലെങ്ത് നോക്കുവാണെങ്കിൽ 4456 mm ആണ്. ഇതിൻ്റെ വീൽ ബേസ് 2680 mm. ഇത് ഏത് ടെറൈനിലും ഡ്രൈവ് ചെയ്യാൻ പാകത്തിൽ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ന്യൂ ജനറേഷൻ സ്കോർപിയോയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള അലോയ് വീൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ വളരെ സ്പോർട്ടി, സ്റ്റൈലിഷ് ആൻഡ് ബോൾഡ് ലുക്കാണ് ന്യൂ ജനറേഷൻ സ്കോർപിയോയുടെ സൈഡ് പ്രൊഫൈലിനുള്ളത്. സ്കോർപിയോയുടെ എല്ലാ ഭാഗവും നല്ല അട്രാക്റ്റീവ് തന്നെയാണ്. റിയർ സൈഡിൽ നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുക റിയർ ഗ്ലാസ് തന്നെയാണ്. ഒരു സ്പെഷ്യൽ ഷേപ്പാണ് ഇതിനുള്ളത്. കൂടാതെ ന്യൂ ജനറേഷൻ സ്കോർപിയോയിൽ 2 ടോൺ ആപ്ലിക് വന്നതോടെ കൂടുതൽ അട്രാക്റ്റീവായി. റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. സെൻട്രലിലായി മഹീന്ദ്രയുടെ ലോഗോയും കാണാം. മഹീന്ദ്ര, സ്കോർപിയോ വേരിയൻറ്റ് തുടങ്ങി കുറേ ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈടെക് LED ടെയിൽ ലാംപ്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ റിയർ ബമ്പറിൽ സെൻസേഴ്സും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് സൈഡിൽ ഇൻബിൽട്ട് സ്പോയിലറാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൂടി വന്നപ്പോൾ റിയർ സൈഡും വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ഫൈവ് സ്പീഡ് ട്രാൻസ്മിഷൻ സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ന്യൂ ജനറേഷൻ ട്രാൻസ്മിഷൻ സിസ്റ്റം ഉള്ളതുകൊണ്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് യാതൊരു എഫേർട്ടും എടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല എൻജിൻ്റെ സൗണ്ടൊന്നും കാര്യമായിട്ട് ക്യാബിൻ്റെ അകത്തേക്ക് കടക്കുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സംവിധാനം എന്താണെന്ന് വെച്ചാൽ ഷിഫ്റ്റ് ഓൺ ഫ്ലൈ സിസ്റ്റം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. സോ റണ്ണിങ്ങിൽ തന്നെ ടെറൈൻ മാറുന്നതനുസരിച്ച് 2 വീൽ ഡ്രൈവ് ടു 4 വീൽ ഡ്രൈവിലേക്ക് തിരിച്ചും ഡ്രൈവിംഗ് മോഡ് ഷിഫ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഡ്രൈവിംഗ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു SUV ഓടിക്കുന്നതിൻ്റെ എല്ലാ ഫീലും കിട്ടുന്നുണ്ട്. ടേണിംഗ് റേഡിയസ് നോക്കിയാലാണെങ്കിൽ 2 വീൽ ഡ്രൈവ് ആണെങ്കിൽ 5.4 മീറ്ററും 4 വീൽ ഡ്രൈവ് ആണെങ്കിൽ 5.6 മീറ്ററും ആണ്. സോ യു ടേണോ പാർക്കിങ്ങോ വലിയ ബുദ്ധിമുട്ടോ പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഡ്രൈവർ കം കോ പാസഞ്ചർ എന്ന രീതിയിൽ ഡ്യുവൽ എയർ ബാഗ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്രേക്സിൽ ABS പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓവറോൾ ഒരു നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കംഫർട്ടബിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫീലിംഗ് ആണ് വരുന്നത്. മാത്രമല്ല നമുക്കിത് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻറ്റ് ആൻഡ് ബോൾഡ് ഫീൽ നമുക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഓവറോൾ സൂപ്പർ. നല്ല SUV ഫീൽ കിട്ടുന്ന വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ് മഹീന്ദ്ര ന്യൂ ജനറേഷൻ സ്കോർപിയോയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്പോർട്ടി സ്റ്റിയറിംഗ് വീലാണ്. ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിലാണെങ്കിൽ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾ സ്വിച്ചസും ക്രൂയിസ് കൺട്രോൾ സ്വിച്ചസും അവൈലബിൾ ആണ്. വളരെ കളർഫുൾ ആൻഡ് സ്പോർട്ടി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റേഴ്സ് ആണ് ഉള്ളത്. വണ്ടിയുടെ ഓവറോൾ ഷേപ്പുമായി മാച്ച് ചെയ്യുന്ന സ്ക്വയർ ഷേപ്പിലുള്ള AC വെൻസ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു 6 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഇതിൽ GPS നാവിഗേഷൻ, ബ്ലൂടൂത്ത്, USB, ഓക്സ് തുടങ്ങിയ എല്ലാ ഫെസിലിറ്റീസും കിട്ടുന്നുണ്ട്. കുറേ സ്റ്റോറേജ് സ്പേസുകൾ അവൈലബിൾ ആവുന്നുണ്ട്. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് നോക്കിയാൽ ഡ്രൈവർ സീറ്റ് പൊസിഷൻ ഗുഡ്, നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. സോ ഇത്ര വലിയ വണ്ടിയാണെങ്കിലും ഈസിയായി ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റോയിൽ നല്ല ലെഗ് സ്പേസ് ഉണ്ട്. തേർഡ് റോയിലാണെങ്കിൽ അഡൽട്സിന് ഇരിക്കാമെങ്കിലും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റോയിനെ അപേക്ഷിച്ച് ലെഗ് സ്പേസ് കുറവാണ്.
പിന്നെ പഴയ സ്കോർപിയോയിൽ ഉണ്ടായിരുന്ന ഒരു പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറ്റിംഗ് കംഫർട്ട് കുറവാണ് എന്നതായിരുന്നു. ഇതിലത് കുറേയൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആറ് വേരിയന്റുകളിലായിട്ടാണ് മഹീന്ദ്ര ന്യൂ ജനറേഷൻ സ്കോർപിയോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ ബേസ് വേരിയന്റ് ആയ S2L 2.5 ലിറ്ററിന്റെ 4 സിലിണ്ടർ M2 DICR എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 2523 cc പവർ അറ്റ് 3200 RPM, 75 bhp ആൻഡ് ടോർക്ക് 1400 to 2200 RPM, 200 Nm. S2 ഒഴികെ മറ്റെല്ലാ വേരിയന്റുകളിലും യൂസ് ചെയ്തിരിക്കുന്നത് M-HOK എഞ്ചിനാണ്. ഇതൊരു 4 സിലിണ്ടർ എഞ്ചിനാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ഡിസ്പ്ലേസ്മെന്റ് 2179 cc ആൻഡ് പവർ at 4000 RPM, 120 bhp and torque 1800 to 2800 RPM, 280 Nm. മഹീന്ദ്ര ന്യൂ ജനറേഷൻ സ്കോർപിയോയുടെ സർട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള മൈലേജ് എന്ന് പറയുന്നത് ലിറ്ററിന് 14 കിലോമീറ്റർ വരെയാണ്. ഇത് 5 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ബേസ്ഡ് ടോപ്പ് വേരിയന്റ് 9.4 lakhs മുതൽ 15 lakhs വരെയാണ്.